ഇവരുടെയുള്ളത് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് Come on. തട്ടി തട്ടി തട്ടിയാ Onne
അത് മുകളിലേക്ക് മുകളിലേക്ക്
കടന്നു ഇൻഡസ്ട്രി നീ പുറത്തേക്ക് അതെ നീ പുറത്തേക്ക് വേണ്ട നീ ചിന്തയുടെ കളിക്കില്ല നടക്കുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് മികില് ഞങ്ങൾക്ക് ലീഡ് പഠിച്ചോ അവനെ ആകുമ്പോ ഓരോ പൊട്ടിക്കാൻ നോക്കിയതാ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു അത് സമ്മതിച്ചു അടിക്കാൻ സമ്മതിക്കൂ കൊടുക്കല്ലേ പഠിച്ചോട്ടാ പഠിച്ചോട്ടാ അവന് പറ്റി പരിപാടി അർജു ഗോൾ
ബോള് കാണില്ലേ അല്ലേ അടിക്കുന്നു. അയ്യോ അങ്ങനെ കാര്യത്തെ കുറച്ചിടാൻ പറ്റില്ലേ? അതാണല്ലേ നീക്കിട്ട് കുറച്ച് നീക്കിട്ട് ബോള് കണ്ടല്ലോ. അവസാനം ക്യാമറ ഉള്ളത് ചാടും. അടേ ഫ്രണ്ടിന് മാറില്ലേ? നീ അടിക്കുമ്പോ നീ ഫ്രണ്ട് കയറാ.
അജീഷ് കേട്ടോ. അടിച്ചോ അടിച്ചോ. ഞങ്ങളുടെ അഞ്ചാമത്തെ നിങ്ങൾ അഞ്ചെണ്ണം കഴിഞ്ഞു. അഞ്ചാം തീയതിയിലോ പഠിച്ചിട്ടില്ലേ? ഒരാളോടില്ല, ഒരാളോട് അടിക്കാണ്ട്, ഒരാളോട് അടിക്കാണ്ട്, അവനടിക്കും. അടുത്തടിയ ആരടി നീ അടിക്കാനല്ലേ? ഒരാളോട് അടിക്കാണ്ട്, നിങ്ങളടിക്ക്. രണ്ടെണ്ണം ആരിപ്പോയ ഒരാളോട് അടിക്കേണ്ടത് അടിച്ചിട്ട് കാര്യമില്ല. ഒരാളോ കാര്യമില്ല. ഒന്നായി അതെ കളി കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? പേഴ്സണൽ പരിചയമുണ്ട്. പലരുടെ ലൈഫിലാണെങ്കിലും ജോലിക്കാരാണെങ്കിലും അങ്ങനെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാക്ട് അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഒറ്റ കാര്യം പേരും പറയാൻ ആവശ്യമില്ല. അതായത് ജോലി, വീട്, വീട്ടിലെ കാര്യങ്ങൾ, ദാറ്റ്സ് ഓൾ. സിമ്പിൾ ആയിട്ട്. പിന്നെ എല്ലാവരും നിർബന്ധമായിട്ട് പറഞ്ഞ ഒറ്റ കാര്യം, നമ്മളെ സമതേനെ കുറിച്ചിട്ട് ഒരു വാക്ക്, നമ്മുടെ ഗ്രൗണ്ടിൽ വന്നതിനെ കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ സമത ലോകം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും അത് റോയേട്ടനും ചിന്താനും കൂടിയിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നു, അടിപൊളി സ്റ്റാർട്ട് ചെയ്യുന്നു. പറ്റിയ എതിരാളിയല്ല. അപ്പൊ ഞാൻ ചോദിക്കണേ 22 ഇതിലേ എന്താ പറയാ, പുതിയ ആൾക്കാർ സംസാരിക്കട്ടെ. ഗ്രൂപ്പിനെ കുറിച്ച് അതിനെ വിട്ടിട്ട് ആൾക്കാർ സംസാരിക്കാം. ഞാൻ പറഞ്ഞത് സംസാരിക്കണം, പക്ഷെ എല്ലാവരും എല്ലാം അറിയണല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ അറിയില്ല. മൈക്ക് കൊടുക്ക്, മൈക്ക് കൊടുക്ക്, മൈക്ക് കൊടുക്ക്. മൈക്കിന്റെ കുറവുണ്ട്. അതെ പറയും.
ആരാ പറയണേ? കട്ട്. എന്റെ പേര് ജുവിൻ. ഞാന് അഡ്വർടൈസിംഗിൽ വർക്കിന് വളപ്പല കമ്പനീസ് എന്ന് പറയും. പരസ്യം, മറ്റേ പത്രം, TV, റേഡിയോ, സോഷ്യൽ മീഡിയ, അതിൻ്റെ ഒരു ഏജൻസിയാണ്. കേരളത്തിലെ നമ്പർ 1 ഏജൻസിയാണ്. അതിൽ വർക്കിന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഗ്രൗണ്ടില് ഞാൻ കുറെ നാളായിട്ട് കളിക്കാനായിട്ട് പോയിരുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ ബാറ്റും ബോളൊക്കെ ആയിട്ട് ഒന്ന് ടച്ചായി വന്നത്. പിന്നെ ആഴ്ചയിലെ ഞാൻ പോകാറില്ല കളിക്കാൻ. ഇതാകുമ്പോൾ ഡെയിലി വരാറുണ്ട്. ഇപ്പൊ വരാറില്ല. ഇപ്പൊ 2-3 ആഴ്ച വന്നിട്ടുള്ള കളിക്കും. രാജിച്ച് ടെക്നോ പാർക്കിൽ വർക്കുന്ന കണ്ടത്ത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം മാസത്തിൽ 5 ദിവസം പോകണമെന്നാണ്. പക്ഷേ ഞാൻ പോയിട്ട് ഒരു 5-6 മാസം സൗണ്ട്. ഞാൻ ഒരിക്കൽ കുറുമാലി അമ്പലത്തിൽ പോയപ്പോൾ ആണ് കളി ഇവിടെ കണ്ടത്. അതിനുശേഷം ഞാൻ വന്നിറങ്ങിയത് അറിയുന്നുണ്ടായിരുന്നില്ല കളി ഉണ്ടെന്നുള്ളത്. പിന്നെന്താ, ഇവിടെ വരാനായിട്ട് മുമ്പ് എനിക്ക് 1-2 പേരെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് ബാക്കി എല്ലാവരും പരിചയപ്പെട്ടത്. ഇവിടെ നമ്മൾ ഇത്ര അടുത്തുണ്ടായി തന്നെ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. ഇതാണ് വല്ലപ്പോഴും അമ്പലത്തിൽ പറയുന്നത്. ആരാ മൈക്ക് കൊടുത്തു? എനിക്ക് മൈക്കിന്റെ ആവശ്യമൊന്നുമില്ല. ആൽബിൻ. എൻ്റെ വീട് പുതുക്കാട് തന്നെയാണ്. സബ് സ്റ്റേഷനാണ്. ഡിജോ ചാണ്ടിയും റോഷൻ ചാണ്ടിയൊക്കെ വീടിൻ്റെ അടുത്താണ്. ഞാനൊരു 3-4 മാസമായിട്ടുള്ള ഞാൻ വന്നോടേറ്റ് കളിക്കാൻ. ഇപ്പോൾ സൈക്കിൾ അവിടെ പോയ സമയത്ത്, എക്സസൈസിൻ്റെ ഭാഗമായിട്ട് പോയ സമയത്ത് വന്നതാണ്. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ വന്നു, ആഡായി. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഞാൻ ബാംഗ്ലൂർ പോകും. അത് കഴിഞ്ഞ് ബാക്കി 3-4 ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ കളിക്കാൻ വരാറുണ്ട് എല്ലാ ദിവസവും. പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വരാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചി, പിന്നെ ഭാര്യ, ഒരു കൊച്ചുണ്ട് ചെറുത്, ഒരു 10 മാസമായ പയ്യനുണ്ട്. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. റാഗിയാനോ? എന്നോട് കൊണ്ടുവന്നത് കളിക്കിട്ട് ഈ വായോ രാവിലെ എണീറ്റിട്ട് വരാൻ വരുമ്പോ ഞാൻ സാധാരണ പടിയനാണ് സത്യം പറഞ്ഞത്. രാവിലെ എണീക്കാനൊക്കെ എന്നാലും കളിക്കാൻ വേണ്ടി എണീറ്റിട്ട് പോരും. അപ്പോ അങ്ങനെ വന്നു തുടങ്ങി. നിങ്ങളൊക്കെ പരിചയപ്പെട്ടു. വളരെ നല്ലൊരു ടീമാണ്. കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമുക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ദിലീപ് പേര് കാണില്ലേ? പേര് ദിലീപ് എന്നാണ്. അപ്പന്റെ പേര് ജോണി ആയതുകൊണ്ട് ദിലീപിന്റെ ഡിയും അങ്ങനെ DJ ആയി. കളി നമുക്ക് ഭയങ്കര പ്രാന്താ. നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനെ അത്ര അധികം കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് വളർന്നതിന് ശേഷമൊക്കെയാണ് കൂടുതൽ കളിക്കാൻ പറ്റുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫറാണ്. പുതുക്കാട് ആർട്ടി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുക. സ്റ്റാഫാണ് അവിടെ. നമ്മുടെ കളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളി നിന്നതായിരുന്നു. കളി നിന്ന് അഖില് വീത്താനൊക്കെ ഒരു ടൈമിൽ ചങ്ങാതി സ്ഥലം കളിക്കാൻ പോയിരുന്നു. പിന്നെ അവിടെ കളി നിന്നും ആരില്ല. പിന്നെ ഞങ്ങളങ്ങനെ 2-3 ആൾക്കാർ കൂടി ഡാഷ്ലേഷേട്ടൻ, റോയി, ജിംസൺ വന്നിട്ടില്ലേ കൂടെ. അങ്ങനെ 3 ആൾക്കാർ കൂടി ഞങ്ങൾ രാവിലെ സിംഗിൾ ബാറ്റിങ് കളിച്ച് തുടങ്ങിയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വലിയ കയറിയ മനസ്സിലാ സൈക്കിൾ കൊണ്ട് അവിടെ സബി വന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരിങ്ങനെ വന്നു തുടങ്ങി. പിന്നെ നമ്മൾ കാണാത്ത ആൾക്കാരിലൊക്കെ വന്നു തുടങ്ങിയതില്ല. അപ്പൊ നമ്മുടെ ഇത് വളർന്നുകൊണ്ടിരിക്കാന്നൊരു സംഭവം ഉണ്ട്. എൻ്റെ പേര് റിജോൺ. ഇതില് മിക്ക പേരും എനിക്കറിയാം കളിക്കാൻ വന്നിട്ട്. അതില് ചേട്ടനെ മാത്രമേ പരിചയമില്ലാത്തുള്ളൂ. പിന്നെ വർക്ക് ചെയ്യണത് മാക്സ് വാലി എന്ന് പറഞ്ഞിട്ടൊരു ഫിനാൻസ് കമ്പനിയിലാണ്. അവിടെ ഇന്ത്യൻ ഓഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വീട് ഇതിൻ്റെ അപ്പുറത്ത്. അനിയത്തിയുണ്ട്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ വീട്ടിലെ അപ്പനമ്മ. പിന്നെ ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ കളിക്കാനായിട്ടുള്ളൊരു ടീം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ കളിക്കാനൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റീല് ചെയ്തപ്പോൾ അത് കണ്ട് ലിജോ ചേട്ടൻ വിളിക്കുകയും ഇങ്ങനെ
ഡെയിലി കളിക്കുന്നുണ്ട് ചേട്ടന്മാര്. അപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഉള്ള കാരണം ക്രിക്കറ്റിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാരണം കളിക്കാൻ വന്നിട്ട് 2 ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ കുറെ പേരൊക്കെ പരിചയപ്പെട്ടു. ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു ടീമിൽ കളിക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ വന്നതിന് ശേഷം കളിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്ന ടൈമിൽ ലോങ് ഇട്ടു. ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ശനി ഞായർ മാത്രം വരാൻ പറ്റുള്ളൂ. പിന്നെ 2 ടൂർണമെന്റ് കളിക്കാൻ പറ്റി. അതിപ്പോൾ ഏത് റോളിലാണെങ്കിലും അത് ഞാനൊരു അഭിമാനമായിട്ട് കരുതുന്നു. എല്ലാവരോടും നന്ദി. എൻ്റെ പേര് മഹേഷ്. വീട് ചാലക്കുടിയിലാണ്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് പുതുക്കാട് താമസിക്കുന്ന തെക്കേ തുറവിൽ. പിന്നെ വർക്ക് ചെയ്യണത് ഒരു സർവീസ് സഹകരണ ബാങ്കിലാണ് ചാലക്കുടിയിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ ചാലക്കുടിയിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ കളിക്കുന്നത് കാണാറ്. അപ്പോൾ ഈ വീക്കെൻഡിൽ വന്ന് കളിക്കാറുണ്ട് രാവിലെ. മറ്റുള്ള ദിവസങ്ങളിൽ കളിക്കാൻ സാധിക്കാറില്ല. കളിക്കാന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഇങ്ങനെ ഒരു സാധാരണ പലയിടത്തും കളിക്കാൻ ചാലക്കുടിയിലായി നിൽക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കളിക്കാൻ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കോർഡിനേഷൻ ആദ്യമായിട്ടാണ്. അതിന് മുൻകൈ എടുക്കാൻ എല്ലാവർക്കും. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ കണ്ണൂരാണ് വീട്. ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. കളി മുന്നേ ഉണ്ടായിരുന്നു. മുന്നേ നമ്മൾ ജോൺ പോളിൻ്റെ ഒക്കെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് നിന്ന് പോയി. ഇപ്പോൾ ശ്രീനിഷ് വന്ന കളിയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ആൾക്കാരുണ്ടാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ബോളിങ്ങൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചെയ്തു തുടങ്ങിയത്. ഇതുവരെ ബോളിംഗ് ഒന്നും അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് മുന്നേ കളിക്കാറുണ്ട്, പക്ഷെ ബോളിങ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബോളിങ് ചെയ്യാൻ പറ്റി നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ആശ്ലേഷ് എന്നാണ്. ഇൻഡിഗോ പെയിൻസിൽ വർക്ക് ചെയ്യുന്നവിടെ. സ്ഥലം തിരുവനന്തപുരമാണ്. ഞങ്ങൾ കുറച്ച് നമ്മുടെ DJ പറഞ്ഞ പോലെ ഇവിടെ കളിക്കാൻ വന്ന് ചെറിനാണ് ഇവിടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അറിയാലോ, നമ്മളവിടെ പാടത്ത് വന്നു. പിന്നീട് പതിയെ കളി ഇങ്ങോട്ട് വന്നു. കളിയോട് തന്നെ ആരാധനയും ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു നല്ലൊരു ടീം നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റി. അവർ 2 പേരിൽ നിന്ന് ഈ ഒരു 20 പേര് 25 പേരിലേക്ക് എത്തിയൊരു ആ ഒരു പ്രയാണം ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും കോർഡിനേഷൻ നല്ലൊരു എല്ലാ വ്യക്തിപരമായിട്ടും എല്ലാവരുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റും എല്ലാം വന്നു. നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു നല്ലൊരു അക്സെപ്റ്റൻസി ഉണ്ടായി. നല്ല കാര്യമാണ്. ഞാൻ ഇതിന് മുന്നേ കേച്ചേരിയിലായിരുന്നു, ചേർപ്പിലായിരുന്നു. അപ്പോൾ അവിടേക്ക് കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഈ ഒരു അക്സെപ്റ്റൻസിയും അങ്ങനത്തെ സംഭവം നമുക്ക് വന്നില്ല. ഒരു എല്ലാവരുമായിട്ട് ഒരു അടുപ്പം കൂടുതലായിട്ട് വന്ന് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. നമുക്കത് മുന്നോട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകും. വീട് പുതുക്കാട് വർക്ക് ചെയ്തോളൂ. ഞാൻ ഗ്രാനൈറ്റിൻ്റെ മുമ്പിലാണ് വർക്ക് ചെയ്യുന്നത്. കരൂർ തൃശ്ശൂർ മാർക്കറ്റ്. അപ്പം അങ്ങനെ ഞാൻ ഹോം ഗ്രൗണ്ടാണ് ഞങ്ങളുടെ. പിന്നെ പുതിയ പേര് കുറേ പേരൊക്കെ കല്ലൂർ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ കളിക്കാൻ വന്നു തുടങ്ങി. അത് കാരണം കുറച്ച് പേരൊക്കെ പരിചയപ്പെടാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ മുഖം വെച്ച് നടക്കേണ്ട അവസ്ഥ ഒന്നാണ്. അപ്പം അങ്ങനെ വേറെ ഒന്നുമില്ല. നല്ല രീതിയിൽ അല്ല അവിടെ നിന്ന് മതി. ഗൈസ്, എൻ്റെ പേര് സബിൻ. എൻ്റെ വീട് കല്ലൂരാണ്. കല്ലൂർ പാലക്കപ്പുറമാണ്. ഞാൻ ഡെവലപ്പറാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിപ്പോൾ ഫുൾ ടൈം ജോബില്ല എനിക്ക്. എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ജോബ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നോളെ. മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ കളി പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. നല്ല ടീമാണ്, നല്ല ഒരു കോർഡിനേഷൻ ഉള്ള ടീമാണ്. നമുക്ക് എന്താ പറയുക, നല്ല കളിച്ച് നല്ല ഉഷാറാക്കി എന്താ പറയുക നല്ലൊരു വാറുള്ള ടീമാണ്. അത് എല്ലാ കളിയിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട് നമുക്ക് അതിൽ. ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് നല്ല ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ഇവിടെ കളിക്കാൻ. വേറെന്താ പറയാ, വേറൊന്നുമില്ല പറയാനേ.
ഞാനിത് വന്ന എങ്ങനെയാണ് ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങാണ് ഡെയിലി 9 മണിക്ക് എനിക്കാറ് ഒന്ന് കാരണം രാവിലെ എനിക്ക് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. കുറേ ആൾക്കാരൊക്കെ ജീവനം കിട്ടി. പണ്ട് കുറേ പേരെടുത്ത് കളിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ കുറച്ച് പേര് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിനോടൊപ്പം. അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. ഓടിയിടാനും ഒക്കെ പോയിട്ടുണ്ട്. എൻ്റെ പേര് ജിൻസൺ. ഞാൻ കല്ലൂര് നായരങ്ങാടിയിൽ നിന്ന് വരുന്നു. പിന്നെ ഞാൻ സബി മുഖേനയാണ് പുതുക്കാളി ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വരുന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചയും ടർഫിൽ കളിക്കാൻ പോകണ്ടായിരുന്നു. ഞാൻ ശ്രീജിത്ത് പിന്നെ സബി, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. പിന്നെ സമത ടീമിൽ അംഗമാകാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി പറയുന്നു. ഡ്രൈവർ കണ്ണടച്ചോ? ഞാൻ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാലും പറഞ്ഞു. ഓക്കെ. എൻ്റെ വീട്ടില് അമ്മ, വൈഫ്, മോനുണ്ട് 2.5 വയസ്സ്. പിന്നെ ചേട്ടനും ഇടത്തിൻ്റെ ഒരു പുറത്താണ്, വിദേശത്താണ്, UAE-യിലാണ്, ഷാർജയിൽ താമസിക്കുന്നത്. ഞാനിവിടെ SMFG എന്ന് പറയുന്നത് ജപ്പാൻ ബേസ്ഡ് NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അതിലെ പേഴ്സണൽ ലോണിൽ SMI സെയിൽസ് മാനേജറായിട്ട് നോക്കുന്നത്. സാലറിഡ് കസ്റ്റമേഴ്സിന് ലോൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായങ്ങളൊന്നും അവിടെ നിന്ന് എടുക്കാണ്ടിരിക്കാൻ നല്ലത്. ഇൻട്രസ്റ്റ് റേറ്റ് നല്ല റേറ്റ് പോകില്ല. അതുകൊണ്ടത് പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് സഹായം ഉണ്ടാവില്ല. അപ്പോൾ മെയിനായിട്ട് പിന്നെ കളിയുടെ കാര്യം ഞാനിവിടേക്ക് വരുന്നത് സബിൻ്റെ കൂടെ തന്നെയാണ്. സബിൻ്റെ ഇവിടെ സൈക്കിളിൽ നിന്ന് വന്ന് അവൻ്റെ കാലിൻ്റെ ഇട്ട് തന്നെ ആ സൈക്കിൾ വിട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അവൻ ഒരാഴ്ച കളിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കളി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഞാനും ഇതേപോലെ നല്ല ഗ്രൗണ്ടിൽ കളിച്ചിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്താണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരായിട്ടും ഒരു DJ ഉണ്ടായിരുന്നു. പിന്നെ 5 പേര് 6 പേരുണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ സിംഗിൾസ് തന്നെ കളിച്ചായിരുന്നു. ഞാനും ഇവരുടെ കൂടെ അങ്ങനെ കളിച്ചു തുടങ്ങി. അതിനുശേഷം പതുക്കെ ടീം സെറ്റായി തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ആൾക്കാരായിട്ട് നമുക്ക് പരിചയമില്ലാത്തവരെ എനിക്ക് ഒരു മൊത്തത്തിൽ എനിക്ക് കളിയോടുള്ള ടീം. ഞാനും സബിനായാലും നല്ലോണം വാറിൽ കളിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടുള്ള ഒരു ടൈപ്പ് വരാനുള്ള ഒരു ടൈം എടുത്തുകൊണ്ട് എനിക്ക് ആ വാറിലേക്ക് കളി വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പതുക്കെ നിങ്ങൾ നമുക്ക് വരണ സ്വീകാര്യതയുണ്ട്. അതാണ് ഇതിലേക്ക് ശരിക്കും ഇപ്പോൾ എനിക്ക് കൂടുതൽ മൂവ്മെൻറ്റ് വരാൻ പറ്റിയത് കളിയിലേക്ക്. കാരണം എനിക്ക് ആ വാറോട് കൂടിയിട്ട് കളിക്കാൻ പറ്റുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ സബിനോടായാലും ബാക്കിനോടായാലും ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വാറ് വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും കൂടി അത് സ്പിരിറ്റോട് കൂടി നിൽക്കണം. ഇപ്പോൾ ചിന്തകാരനൊക്കെ കളിക്കുമ്പോൾ ഇപ്പോൾ ചിന്തകാരൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിന്തകാരൻ പറയുമ്പോൾ എനിക്ക് ഇപ്പം ഞാൻ കളിക്കുന്ന സമയത്ത് പറയും, അവൻ്റെ അടി അവൻ അത്രേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയണ അങ്ങനെ അത് കഴിഞ്ഞ് പതുക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റ് പ്ലേയേഴ്സിൽ ഒരാളെ ചിന്തകാരൻ. അല്ല, ആ കളിയുടെ ഒരു സ്പിരിറ്റ് മെയിനായിട്ട് കളിയുടെ സ്പിരിറ്റാണ് കേട്ടോ. കളിയുടെ സ്പിരിറ്റ് ആള് കൊണ്ടുവരുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു ഏജിലും ആള് കളിച്ച് എല്ലാവരും കൂടി ആ ഒരു വാർ കയറ്റാൻ ആളെ കൊണ്ട് പറ്റുന്നത്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നാലാണ് കളിക്കാൻ രസമുള്ളത്. വെറുതെ വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞ എക്സസൈസിന് വേണ്ടി വരണതാണ് വെച്ചാൽ കൂടി ഈ ഒരു വാർ വരുമ്പോഴാണ് കളിയുടെ പക്ഷെ ഇപ്പോൾ നാളെ ലിസ്റ്റ് വരാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് തന്നെയാണ്. നാളെ വഴി അവരെ തോൽപ്പിക്കാനുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ആ ഒരു ടീം സ്പിരിറ്റ് പിന്നെ സമതയുടെ ഇതിലേക്ക് വരാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനൊരു ടീമിൽ ഭാഗമാവാൻ പറ്റിയതിൽ. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ ജിൻസാടൻ പറഞ്ഞ പോലെ നെക്സസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലായിരുന്നു. ആ ടഫ് കളി മാത്രമേ ഉണ്ടായിരുന്നത്. അതായത് ഒരു 6-7 വർഷമായിട്ട് ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചിട്ടില്ല. അതിന് ശേഷമാണ് ഇവിടെ വന്ന് കളിക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിൽ ഞാൻ ഹാപ്പിയാണ്. മൊത്തത്തിൽ എൻ്റെ പേര് അസി. എൻ്റെ വീട് അപ്പാണ്. അവിടെ വീട്ടിൽ അച്ഛനമ്മ, വൈഫുണ്ട്, ഒരു ഉണ്ണിയുണ്ട്. ഉണ്ണിക്ക് 1.5 വയസ്സ്. പിന്നെ വീട്ടിൽ അമ്മാമ്മ വർക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ് വീടിൻ്റെയൊക്കെ. അപ്പോൾ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കസിനാണ് അരുൺ ചേട്ടൻ. അവരുടെ പിള്ളേർ വരുന്നുണ്ട്. ആളുകൾ ഞാൻ കണ്ടപ്പോൾ ആൾ പറഞ്ഞോളെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം നടക്കാമെന്ന് പറഞ്ഞ പേരിൽ വന്നിട്ട് 22 റണ്ണങ്ങൾ ഒരു ഓവറിൽ കിട്ടി. അന്ന് എനിക്ക് ഷിൻഡോയാണ്. ഞാൻ അപ്പോൾ പറയുന്നത് ഷിൻഡോയാണ് അവിടെ നിന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ചെക്കൻ്റെ ഓവറിൽ അടി പോയി എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഫീലായിരിക്കും ആ സമയത്ത്. അപ്പോൾ ഈ കളിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര മൈൻഡായിരുന്നു. റോയിജാന്ന് പറയായിരുന്നു. ആ പുറത്ത് നിന്നിട്ട് അല്ല എനിക്കപ്പോൾ അത്ര വാറുണ്ടെന്ന് അറിയണ്ടായില്ല കളി. ഞാൻ വന്നിട്ടല്ലോ ഒരു ടോപ്പി കളിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായിണ്ടായില്ല. റോയേട്ടനൊക്കെ പറയണ്ടായിരുന്നു അടി കിട്ടുവാനും കൊടുത്താലും. അപ്പോൾ ഞാൻ അങ്ങനെ കളിച്ച് കാണിച്ചു കൊടുത്ത് വരിക. എനിക്ക് ഫുള്ളായിട്ട് കളിക്കാൻ ഒരു പറ്റിയിട്ടില്ല.
ഞാൻ പഠിച്ചടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ബോളയിലെ കൺസിസ്റ്റൻസി കുഴപ്പം എറിയാൻ നോക്കുന്നുണ്ട്. അങ്ങനെ എറിഞ്ഞ് നന്നായി കളിക്കണമെന്നുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ടൊക്കെ ഗ്രൂപ്പിലായാലും എല്ലാവരും. അതുകൊണ്ട് ഭയങ്കര പ്രഷർ. ബാംഗ്ലൂരിൽ ലോൺ ചോദിച്ചു വന്നു വിളിച്ചോ? എൻ്റെ പേര് മിഗിൽ. ഞാൻ SBIയിലാണ് വർക്ക് ചെയ്യുന്നത്, കുറ്റിച്ചിറ ബ്രാഞ്ച്. വീട്ടില് അഖിലാണ് ചേട്ടനാണ്. പിന്നെ വൈഫ് അമ്മ. വൈഫ് ഇപ്പോൾ മറ്റന്നാൾ ഡെലിവറിയാണ്. പിന്നെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കളി ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ കളിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. പിന്നെ കളിക്കാൻ അങ്ങനെ ടീമിലെത്തി. നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ കളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കളിക്ക് സെറ്റായിട്ടുണ്ട്. ആദ്യം കുറച്ച് പേരായിട്ട് കളി തുടങ്ങിയതാണ്. ആ സമയത്ത് ഞാൻ വരാറില്ല. എന്നാലും ഇടയ്ക്കൊക്കെ വരാറില്ല ഇവരുടെ കൂടെ ദീപാന്റെ കൂടെ കളിക്കാനായിട്ട്. പിന്നെ നല്ല ടീമാണ് എല്ലാവരും. നല്ല എന്താ പറയാ അടിപൊളി ടീമാണ്. അങ്ങനെ കളിക്കാൻ അവസരം കിട്ടുന്നതിന് നല്ല സന്തോഷമുണ്ട്. എൻ്റെ ഒരു ശ്രീജിഷ്. എൻ്റെ ഒരു ശ്രീജിഷ്. ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് കാസർഗോഡാണ്. പിന്നെ ഇവിടുത്തെ കളിയുടെ ഗ്രൗണ്ടും ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ടൂർണമെൻ്റ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗ്രൗണ്ടിലെ സൈഡ് പോയപ്പോൾ കളിക്കുന്നുണ്ടായി. അപ്പോൾ നമ്മളെ ഗിരീഷിനോട് എനിക്ക് ചോദിച്ചു കളിക്കാൻ കൂടട്ടെ ചോദിച്ചു. അപ്പോൾ അതൊന്നും കൂടെ വന്നോ നോക്കും. അങ്ങനെ കൂടി ഇപ്പോൾ കുറച്ചായിട്ട് പരിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് കളിക്കാൻ പറ്റുന്നില്ല. ഇനി വീണ്ടും വരും, കളിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതന്നെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സന്തോഷം. നിങ്ങളൊക്കെ എല്ലാവരും ഗ്രൗണ്ടിൽ അല്ലാണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഏറ്റവും സന്തോഷം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു ഏജ്. ഇപ്പോൾ ഏജ് ഒരു എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാനും ചിന്നപ്പനും മാത്രമായിരിക്കും ഒരു 30 താഴെ. ഞാൻ പറഞ്ഞേ ഇതിന് താഴേക്കുള്ള വളരെ ചുരുക്കം പേരുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്പിരിറ്റ് തന്നെയാണ് ഈ കളി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ കയ്യിൽ കിട്ടുന്നത്. നിങ്ങൾ നമുക്കിപ്പോൾ ലിജേറിനൊക്കെ എടുക്കണ എഫേർട്ട് നമുക്കറിയാം. എനിക്കൊക്കെ എന്തോരം മെസ്സേജ് അയക്കണമെന്ന് അറിയാം. അപ്പോൾ അവനെ കുറേ ഒന്നും റിപ്ലൈ കൊടുക്കാറില്ല. അല്ല വരാനായിട്ട് അതെ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ കളിക്കാനായിട്ട് കാലത്ത് എനിക്ക് വരാനായിട്ട് പറ്റണു. അല്ലെങ്കിൽ ഈ പറയണോ ബോണിക്കായിട്ട് എനിക്കണതാണ്. ഇതാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കണു. പഠിപ്പിക്കാൻ എൻ്റെ പേര് ഷിൻഡോ. എൻ്റെ വീട് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. കുറച്ച് പോയാൽ മതി. വീട്ടിൽ അമ്മ, പിന്നെ പെണ്ണ്, ഒരു പ്രാവ്. അവർക്കിപ്പോൾ 6 വയസ്സായി. പിന്നെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ചെറിയ എനിക്ക് ഷുഗറിൻ്റെ ഒരു ബേസ് തുടങ്ങി. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി വന്നാണ് കളിയിലേക്ക് ഇറങ്ങിയത്. കളിക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു തുടങ്ങി. പഴയ പോലെ ഇപ്പോൾ അജയന് ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അതായത് വന്നറിയുന്നു, ഒരു എഫേർട്ട് ചെയ്യാണ്ട് അറിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവൻ കൊടുക്കണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ചേഞ്ച് ആയിട്ട് കളിച്ചു വന്നേക്കുന്ന ഒരാളായിരിക്കണം ഇപ്പോൾ അജയ്. പിന്നെ മിഥുനൊക്കെ ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റമാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിങ്ങനെ വരും, അല്ലെങ്കിൽ ആൾക്ക് കളിക്കാൻ പോലെ ആൾക്കൊരു ഇതുപോലെ തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി കളിച്ചു തുടങ്ങിയ ആളുള്ള ഒരാളെങ്ങനെ മിഥുൻ. പിന്നെ ബാക്കി പറയാനായിട്ട് പിന്നെ ഈ ഒരു പരിപാടി കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ലിജോനാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു അത് പറയാണ്ടിരിക്കാൻ പറ്റിയാണ്. നമ്മൾ പലരും ചിലപ്പോൾ പലതും ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് ചെയ്യാന്നുള്ളത് അത് വളരെ റയറായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ലിജോൻ അടിപൊളി. പിന്നെ ടീം എനിക്ക് അത്യാവശ്യം ഇപ്പോൾ നന്നായി സെറ്റാവുന്നുണ്ട്. എല്ലാവർക്കും നല്ല വാശിയുണ്ട്. വാശി മാത്രം ഉണ്ടായിട്ട് കാര്യമാണ്. കളി എന്ന് പറയുന്നത് നമുക്ക് കളിക്കുമ്പോൾ നമ്മളുള്ള ഗ്രൗണ്ടിലുള്ള മൈൻഡ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ മൈൻഡ്. നമുക്ക് ആഗ്രഹങ്ങൾ കുറേ കാര്യമില്ല. അതിൽ സബീനൊരു സാധനമാണ്. സബീൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ഷോട്ട് അടിക്കാം, എനിക്ക് അങ്ങനെ കളിക്കണം, ആ വരുന്ന ബോളിനെല്ലാന്ന്. അതൊക്കെയാണ്. അതൊന്നും മാറണം. നിന്റെ കളി തമാശയാണ് ഏറ്റവും നല്ല പ്ലെയറാണ് നീ. അപ്പോൾ പരമാവധി സമതയ്ക്ക് നമുക്കിപ്പോൾ ഒരു കപ്പ് അങ്ങോട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് അപ്പം നമ്മുടെ അത്യാവശ്യം പേര് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ശരിക്കും കാണിച്ചു തുടങ്ങണം. സമതാന്നൊരു ചെറിയൊരു ടീമല്ല, അത് കൊടുക്കാണ്ട് ഏറ്റവും നല്ലൊരു ടീമായിട്ട് വരാൻ എല്ലാവരും മുന്നോട്ട്
എൻ്റെ പേര് അഖിൽ, എല്ലാവർക്കും അറിയാലോ. വേറെ ഒന്നുമില്ല, എപ്പോഴും എൻ്റെ സൗണ്ടാണ് കേൾക്കണത് ഓരോ ഗ്രൂപ്പിൽ. കലപ്പില്ല അങ്ങനത്തെ സാധനമുണ്ട്. വീട്ടിൽ അമ്മ, വൈഫ്, ഉണ്ണി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, നിഖില്, അനീറ്റുണ്ട്. ഇനി ഒരാൾ വിളിച്ച് ഒരാൾ വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഹാപ്പി ഉണ്ട്. ടെൻഷനാവുന്നതിൻ്റെ ഉണ്ട്. പിന്നെ പറയാ സമ്മതേനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇപ്പം നമ്മളൊരു ഈ ഒരു സീസണിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ നല്ലതാണ് ഒന്നും പറയാല്ലേ. അപ്പോൾ കുറേ പേര് എന്നോട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു അവിടെ കളിക്കാൻ, നമ്മൾ കുറച്ച് പേര് കളിക്കുന്നത്. അപ്പോൾ കുറേ പേര് വന്നിട്ട് അവിടെ കളിക്കാൻ പോകാം, നമ്മുടെ മെയിൻ പ്ലേയേഴ്സിനെ ഞാൻ വിളിക്കും. ഇപ്പോൾ ഈ വഞ്ചി അങ്ങനത്തെ ടീമിനെ വിളിച്ചിട്ട് അവർക്കൊരു തുപ്പല് റെഡി പോലത്തെ ഒരു മൂടുണ്ടാകും. അവിടെ പേസ് അറിയണമെന്നില്ല, അങ്ങനെ അറിയണമെന്നില്ല. പക്ഷെ അത് തിരുത്തിയത് നിങ്ങളപ്പോൾ കളിച്ചിട്ട് പാടാന്ന് പറഞ്ഞു. അത് എന്നോട് പിന്നാന്ന് ഞാനൊരു ബർത്ത്ഡേ ഷൂട്ട് അനുഗ്രഹം ഇല്ലേ അനുഗ്രഹം പറഞ്ഞു നിഖിലിനെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അത് ഭയങ്കര കളിക്കാൻ പറ്റില്ല. അവൻ നോട്ട് ചെയ്തില്ലേ കോടാലി പോയിട്ട് അവൻ്റെ ആ കളി കണ്ടു. കോടാലിത്തെ കളി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ടായി നമ്മുടെ ആ കളിയുടെ തിരിച്ചും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് എല്ലാവർക്കും സമാധാനം പറഞ്ഞൊരു എന്തൊരു പറയാ സാധനം അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സീസൺ വരുമ്പോൾ കളികൾ ഇപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഞാനും ഒരാള് അല്ലെങ്കിൽ 2 പേരില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ടൂർണമെന്റ് കളിക്കാൻ നിൽക്കണം. എനിക്ക് കളിക്കാൻ എന്താ പറയുക ഒരു ആംബിയറുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നിലവിൽ ആൾക്കാരുണ്ട് കളിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ കളിക്കുക വാശി കൂടെ ഉണ്ട്. റോഹിയേട്ടൻ ഹാൻഡ് നല്ല ബെസ്റ്റാണ്. അതിൻ്റെ സാധനം കാണാൻ തരും. അപ്പൊ ഒന്നും പറയില്ല. ഫസ്റ്റ് തന്നെ ലിജോനോട് താങ്ക്സ്. ഇത്ര അടിപൊളി സൂപ്പർ. അപ്പൊ അടുത്ത ലിജോ എൻ്റെ പേര് റോൺസ്. അപ്പം ഞാനിവിടെ ഈ കളിക്കാൻ വരുന്നതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനിത് ഫുട്ബോളാണ് പണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. ക്രിക്കറ്റൊക്കെ വളരെ കുറച്ചായിട്ടുള്ള കളിച്ചു തുടങ്ങിയിട്ട് ആദ്യം പാടത്തൊക്കെ കളിക്കാറുണ്ട്. ലിജോനറിയാം, സിജോനും ഒക്കെ ആയിട്ട് കളിച്ചായിരുന്നു. പിന്നെ ഈ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് ഒരു 2-3 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ബോളറായിരുന്നു. ബോൾ ചെയ്ത് കൈ പോയപ്പോൾ ബാറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. കളി പഠിച്ചു വരണുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ ഞാനിപ്പോൾ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് 4ാമത്തെ ടീം കണ്ട പുതുക്കാട് ഫോം ചെയ്യുന്നത് ഇതിനു മുമ്പ്. കാരണം എനിക്ക് ശേഷം പറയാം, ഞാൻ 18 വർഷത്തിന് ശേഷമാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. +2 കഴിഞ്ഞിട്ട് സെമിനാരി, പിന്നെ ഡിഗ്രി, PG, കോളേജ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കളി ഉണ്ടായിരുന്നില്ല. തടി കൂടി ഒരു 103 കിലോ ആയപ്പോൾ തടി കുറയ്ക്കേണ്ട ആവശ്യത വന്നപ്പോഴാണ് കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മുടെ ഗ്രൗണ്ടിൽ. അപ്പോൾ അതിന് മുമ്പ് റോൺസെറ്റ് തന്നെ ഞങ്ങളൊരു കുറിക്കമ്പനി ഉണ്ടായിരുന്നു. സമയത്ത് കുറേ വിളിക്കാറുണ്ട് പുള്ളി. പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് വന്ന ദിവസം മഴയും നിങ്ങൾ ആരും ഗ്രൗണ്ടിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും വരാൻ മടിയായി. പക്ഷെ പിന്നെ വന്ന് കാര്യങ്ങൾ കണക്റ്റായി. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന സമയത്ത് ആശ്ലേഷണം പറഞ്ഞ മാതിരി ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ജോലി പറഞ്ഞു. ഞാൻ ജോലി ഇൻഫോ പാർക്കിലാണ്, ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യണം, MNC വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ വലിയ ടീമുകൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ആശ്ലേഷേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ കൊടുക്കാവുന്ന ചെറിയൊരു സ്പേസാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ടീമിൽ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാരുടെ എന്നുള്ള ഒരു മൂഡുണ്ട്. അത് ആശ്ലേഷേട്ടൻ പറഞ്ഞ പോയിന്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. എല്ലായിടത്തും അങ്ങനെ സംഭവം ഉണ്ടാവുന്നില്ല. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇപ്പം ഇവിടെ കളി നമ്മൾ ടൂർണമെന്റ് കൊടുക്കുമ്പോൾ അഖില് പറഞ്ഞ പോയിന്റ് ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആൾക്കാരെ വിളിക്കുക കളിപ്പിക്കുക. അപ്പം അഖില് എപ്പോഴും പറയും നമ്മൾ തന്നെ കളിച്ചാൽ മതി. ആ സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5-6 പേരിൽ നിന്ന് ഇപ്പോൾ 25 ഇവിടെ ഇല്ലാത്തവരെ കൂട്ടിയിട്ടാണെങ്കിൽ ഒരു 30-32 പേരോളം ആക്റ്റീവായിട്ട് ഈ ഗ്രൂപ്പിലുണ്ടാവാൻ കാരണം അതാണ്. പിന്നെ ഈ കളിപ്രാന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വിളിച്ചും മെസ്സേജ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ജാക്ക് പറഞ്ഞ പോലെ നല്ല ഞാൻ അജിഷേട്ടനൊക്കെ അറിയാം. അജിഷേട്ടൻ ചൊവ്വാഴ്ച വരാൻ പറ്റുക ഞാൻ പേര് ഇട്ടിട്ട് ആൾക്ക് മെസ്സേജ് ഈ കളയണ്ട വെച്ചാണ്. കാരണം ഒരു സമയത്ത് 8-നും അല്ലെങ്കിൽ 7-നും ആളിങ്ങ ആൾക്കാർ വരാറില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് മാസം പറഞ്ഞു കഴിഞ്ഞ 3 ദിവസമായിട്ട് 20+ ആണ്. അത് വളരെ അപൂർവമായിട്ടുണ്ടായി. 20 പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അടുപ്പിച്ച് 3 ദിവസം അങ്ങനെ വരലൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വെച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് താങ്ക് യു എല്ലാവരും ഇങ്ങനെ വന്നതിന് ഒരുപാട് സന്തോഷം. റോൺസേട്ടൻ പറഞ്ഞ പോയിന്റ് ഭയങ്കര വാലിഡാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി സംബന്ധമായിട്ട് അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ 1-2 പേരൊക്കെ അങ്ങനെ മാറി പോയെന്ന് വരാം. ജീവിതമാണ് എല്ലാവരുടെയും. പക്ഷേ ഈ ടീം ഇങ്ങനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഉറപ്പായിട്ടും അടുത്ത വർഷം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മീറ്റപ്പാന്ന് വിചാരിക്കുക. അടുത്ത വർഷം വരുമ്പോൾ നമ്മുടെ പേരിൽ കപ്പടിച്ചിട്ട് അല്ലെങ്കിൽ അടുത്ത കപ്പടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂടുതൽ എന്തായാലും വേണം. ഉറപ്പായിട്ടും വേണം. അത് ഇത്ര വലുതല്ലെങ്കിലും കപ്പടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടുതൽ വരും.
ഒരു ചായയുടെ കുഴപ്പമില്ല, ഒരു കപ്പ് വെച്ചിട്ട് ഒരു സാധനം വേണം എന്തായാലും. അപ്പോ താങ്ക്സ് ഫോർ കമ്മിങ്. ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എടുത്തിട്ട് ഇപ്പൊ പറയാൻ തോന്നിയ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫാമിലി ഉണ്ട്. പാസഞ്ചേഴ്സിന്റെ കാര്യം എടുത്ത് പറയാം. ബുള്ളറ്റ് ട്രിവാൻഡ്രത്തുനിന്നാണ്, വൈഫ് പ്രഗ്നന്റ് ആണ്. നമ്മളെല്ലാവരും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും ഗ്രൗണ്ടിലൊന്നും കളിക്കാൻ പറ്റില്ല. ഗ്രൗണ്ടിൽ നിന്നല്ല, ഇപ്പൊ നമുക്കൊരു ഞായറാഴ്ച വിടുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഗ്രൗണ്ടിലൊന്നും കളിക്കാൻ പറ്റുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ നമ്മുടെ വീട്ടുകാരും നമ്മുടെ കല്യാണം കഴിഞ്ഞ ഭാര്യമാരും വീട്ടുകാരെല്ലാവരും നമ്മൾ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കണം. അവരുടെ പ്രാർത്ഥനകളുകൊണ്ടായിരിക്കും പല സമയത്തും നമ്മൾ നന്നായി കളിക്കുന്നത്. ഇപ്പൊ എന്റെ കാര്യം പേഴ്സണൽ പറയുന്നതാണ്. ഇപ്പൊ എന്റെ വൈഫ് പ്രസവിച്ച് കിടന്നിട്ടാണെങ്കിൽ ഇപ്പൊ എപ്പോഴും വിളിക്കുക തന്നെ. അപ്പൊ പിന്നെ അവരെ കളി കഴിയുമ്പോൾ എന്ത് കളി എന്തായാലും കിട്ടിക്കൂടി ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ കിടന്ന ഒരു പുഷുമ്മയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകും. അപ്പൊ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കുക. അപ്പൊ എനിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി സമയമായിട്ടുണ്ട്, ബോൾ ഔട്ട് ഉണ്ട് പറയാനുള്ളത്. ഒന്നല്ലെങ്കിൽ നമുക്ക് അടി തുടങ്ങാം, അതല്ലെങ്കിൽ ഒറ്റ റൗണ്ട് ബോൾ ഔട്ട് കളിച്ചിട്ട് ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് വെള്ളടിക്ക് കിടക്കാം. എന്താണ് അത് എന്താ ഈ കളിച്ചത് അത്ര വെല്ലുവിളി നിൽക്കണേ. വെല്ലുവിളിയുമ്പോ വൈഫിന് വയറുവേദന അവർക്ക് മുന്നിൽ ഇടുമ്പോണം ക്ലാസ്സിൽ. ഞാനത് ഒരു രക്ഷയില്ല, കളിക്കാൻ പറ്റില്ല, ഇത് പോകാനുള്ള ഒരു ഇതാണ്. ഞാനെന്താ വെച്ചാൽ ഒരു 5:30 കഴിഞ്ഞിട്ട് ഉള്ളിക്കുള്ള ചെറിയ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകാം. അത് കുഴപ്പമില്ല, എനിക്ക് ഓക്കെ പോക്കോ. അപ്പൊ അവിടെ തിരുന്നിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. 5:30 ഞാൻ തിന്നു. എനിക്ക് പക്ഷേ ക്രിക്കറ്റിനോടൊരു താല്പര്യം മാത്രം കൊണ്ട്. എന്നാൽ ഫുട്ബോളാണ് അല്ലെങ്കിൽ ജിമ്മിന് പോകണേ എനിക്ക് പറ്റില്ല, ഞാൻ പോയില്ല, ഭയങ്കര മടിയാ. ക്രിക്കറ്റിനോട് മാത്രം തക്കില്ലേ. കല്യാണം എല്ലാവരും ഇടാം, എടുത്ത് പറയുന്നതല്ല. ഇവർക്ക് ആ ഒരു ഫാമിലിയോട് ഭയങ്കര ഇതാണ്. ചിന്തകളൊക്കെ ഭയങ്കര പണ്ട് തൊട്ട് തന്നെ എത്ര കൊല്ലായെന്നറിയോ. അപ്പൊ അതും കൂടി പറയണം. വീട്ടുകാർ പറയണം, കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്ന് ചേർന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ അടിപൊളി. അപ്പൊ ഇനി പറഞ്ഞ ഒരു കപ്പടിച്ചിട്ട് വേണം നമ്മൾ ഇനി അടുത്ത കൂടുതൽ ഉണ്ടാകാനായിട്ട്. അതുവരെ നമ്മൾ അടിപൊളിയായിട്ട് കളിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഒന്നനെ അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ ലോഗോ റീൽസ്. ഓക്കെ, നമുക്ക് ലോഗോ റീൽസ് കേൾക്കട്ടെ. വേഗം പരിപാടി പിന്നെ